സർക്കാർ വിരുദ്ധ നിലപാട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള നിലപാട് എടുക്കും എന്ന് CPI MV ഗോവിന്ദനെ കണ്ടു പറഞ്ഞ ശേഷം, ബിനോയ് വിശ്വം പോയി പറഞ്ഞു കണ്ട ശേഷമാണ് ഇതിന്മേൽ കാര്യങ്ങൾക്ക് വേഗം വെച്ചത് എന്ന വാർത്തയുണ്ട്. സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് നടപടിയിലേക്ക് കടന്നത്. ഇപ്പോൾ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമ്പോഴും ആ ഓർഡറിൽ എന്തിനു മാറ്റി എന്നില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ന്യായീകരിക്കപ്പെടുന്നത്? ADGP MR അജിത് കുമാറിനെയും P ശശിയെയും പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. അതിൽ ADGP MR അജിത് കുമാറിനെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ADGPക്കെതിരെ ഈ സമയത്തൊന്നും നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ CPIയുടെ കടുത്ത സമ്മർദ്ദം പെട്ടെന്നുള്ള സ്ഥാനമാറ്റത്തിന് കാരണമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഒരു സ്ഥാനമാറ്റം എങ്ങനെ അച്ചടക്ക നടപടിയാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ SIT രൂപീകരിക്കുന്നത് അത് PV അൻവർ ഉയർത്തിയ ആരോപണത്തിൻ്റെ പിന്നാലെയായിരുന്നു. കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിലായിരുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ടായത്. ഒരു മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാനായിരുന്നു DGPക്ക് കൊടുത്ത നിർദ്ദേശവും. ഒരു മാസവും കഴിഞ്ഞതിന് ശേഷമാണ് റിപ്പോർട്ട് വന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGPയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ DGP കൊടുത്ത ശുപാർശ അതിൽ ADGPക്കും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നായിരുന്നു. അതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടിന് മുമ്പ് തന്നെ ADGPയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുള്ള തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിൻ്റെ ശുപാർശ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. ADGPക്കെതിരെ നടപടി നേരത്തെ എടുക്കണമായിരുന്നുവെങ്കിൽ ആ റിപ്പോർട്ട് വെച്ചെടുക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് അൻവർ ഉയർത്തിയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന ഒരു ബോധ്യം പൊതുസമൂഹം മുമ്പാകെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇതൊരുപക്ഷെ CPIയുടെ സമ്മർദ്ദത്തിലാണ് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതായത് SITയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ടാകാം നടപടി എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രിയും എത്തിയത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ച് ഇന്നലെ അവധിയായിട്ട് കൂടി ഇന്നലെ തന്നെ ADGP MR അജിത് കുമാറിനെ മാറ്റാനുള്ള കാരണവും അത് CPIയുടെ സമ്മർദ്ദം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ 2017 നവംബർ 15 രാവിലെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI അംഗങ്ങൾ മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അത് തോമസ് ചാണ്ടിയുടെ ആലപ്പുഴയിലെ മാർത്താണ്ഡംകായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടാണ്. ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ പരാമർശം ഉണ്ടായിട്ട് കൂടി തോമസ് ചാണ്ടിക്ക് അനുകൂലമായ നിലപാടായിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത്. അന്ന് ഈ പറയുന്ന സംഭവത്തിൻ്റെ തലേ ദിവസം വൈകിട്ട് ഇതുപോലൊരു കത്ത് അന്നത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കൊടുത്തിരുന്നു. അതായത് CPIക്ക് സ്വതന്ത്ര നിലപാട് ഇതിൽ എടുക്കേണ്ടി വരും എന്നുള്ളത്. അത് ആ കത്തും വകവയ്ക്കാത്തതോടുകൂടിയാണ് അടുത്ത ദിവസം രാവിലെ, അതായത് തോമസ് ചാണ്ടി രാജിവെച്ച 2017 നവംബർ മാസം 15 രാവിലെയുള്ള മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ മാറി നിന്നത്. അതൊരു കടുത്ത തീരുമാനമായിരുന്നു. പിന്നീട് മന്ത്രിയോട് രാജിവെക്കാൻ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു. സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായത്. അതായത് തിങ്കളാഴ്ച നിയമസഭ വീണ്ടും തുടങ്ങുന്ന ദിവസം അങ്ങനെ ഒരു നിലപാട്, സ്വതന്ത്ര നിലപാട് തങ്ങൾ എടുക്കുമെന്ന് ബിനോയ് വിശ്വം ഈ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദന് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുക്കുന്നു. ആ കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് വിഷയം വഷളാകുമെന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും ആലോചിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവധിയായിട്ട് കൂടി ഇന്നലെ രാവിലെ CMൻ്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിർണായക യോഗം ചേരുന്നു. സാധാരണ ഇല്ലാത്ത രീതിയിൽ രാത്രി ഇന്നലെ സെക്രട്ടേറിയറ്റിലെത്തി ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവയ്ക്കുന്നു. അങ്ങനെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്നു. ഇങ്ങനെ നീക്കുമ്പോഴും ഇത്ര ഗുരുതരമായ ആരോപണമാണ് തെളിഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് അത് ഒരു സ്ഥാനമാറ്റത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പക്ഷേ CPI ഇപ്പോൾ പുറത്ത് പ്രകടിപ്പിക്കുന്ന വികാരം തങ്ങൾ സംതൃപ്തരാണ് എന്നുള്ളതാണ്. എന്തായാലും ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയെന്ന് CPIക്ക് ആശ്വസിക്കാം. നടപടിയെടുത്തു എന്ന് CPM നേതാക്കൾക്ക് പുറത്തു പറയാം, മുഖ്യമന്ത്രിക്ക് പുറത്തു പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അത് പറയുമ്പോഴും അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ADGPക്കെതിരെ P ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ്
മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത്. സ്വാഭാവികമായി പിണറായി വിജയൻ്റെ ഈ നിലപാട് പുറത്തു വന്ന റിപ്പോർട്ടിനെ സ്വാധീനിച്ചിരിക്കും എന്ന കാര്യം ഉറപ്പുമാണ്. ശ്രുതി.